അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജീബ് എന്ന് പറയുന്ന ക്രൂരൻ. നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ നോക്ക്. പരിശുദ്ധ റമദാനെ പോലും മലിനപ്പെടുത്തുന്ന അനു എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരി പെൺകുട്ടി. ഈ മുജീബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത് പരിശുദ്ധ റമദാൻ എന്ന് പോലും ഇതിനെപ്പോലും അവഗണിക്കുമ്പോൾ അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് ഇവനിക്ക്. ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ ഒരു 56 കേസുകൾ ഉണ്ടായിട്ട് പോലും വിലസി നടക്കുകയാണ്. അനു എന്ന പെൺകുട്ടി പാവം ബസ്സിനെ കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബൈക്ക് വരുന്നത്. അപ്പോൾ കൊണ്ട് വിടാന്ന് പറയുമ്പോൾ ആരാണെങ്കിലും അത് അത്യാവശ്യമായി ആശുപത്രിയിൽ ഭർത്താവിൻ്റെ അത്യാവശ്യമായി പെട്ടെന്ന് എത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടിൻ്റെ ചെറുപ്പക്കാരൊക്കെ വലിയ വിശ്വാസം കൊണ്ടാണ് ആ ബൈക്കിൻ്റെ പുറകിൽ കയറിയത്. പെട്ടെന്ന് എത്തുമല്ലോ ഒരു നല്ല ചിന്ത കൊണ്ടാണ് കയറിയത്. പക്ഷേ ഈ മുജീബ് എന്ന് പറയുന്ന ക്രൂരൻ ഈ അനു എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയി കുറച്ച് ദൂരെ എത്തുമ്പോൾ അവളെ കഴുത്ത് ഞെരുക്കി കൊന്ന് അവളെ ശരീരത്തിലുള്ള സ്വർണങ്ങളെല്ലാം മോഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് കേസുകൾ 50 ചില്ലാരെ കേസുകളാണ് ഇവൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും ഇവനെ വെറുതെ വിട്ടേക്കാണ്. നമ്മുടെ നിയമവ്യവസ്ഥേൻ്റെ ഒരവസ്ഥ തീർച്ചയായും അന്ന് തന്നെ ഇവനെ പിടിച്ച് ഇവന് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അനു എന്ന പെൺകുട്ടി ജീവിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ആ അനു ഭർത്താവിൻ്റെ അരികിൽ പെട്ടെന്ന് എത്തണമെന്ന് പോയതാണ്. പെട്ടെന്ന് എത്തിയത് ദൈവത്തിനടുക്കലാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഇവനും മദ്രസ പഠിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? എത്ര പറഞ്ഞാലും എന്തു പറഞ്ഞാലും ചെവി കൊള്ളാത്ത, മോഷ്ടിച്ചും കഞ്ചാവിൻ്റെ അടിമയായി മയക്കുമരുന്നിൻ്റെ അടിമകളായി ഇവരെ തന്നെ ബോധമില്ല. എന്തെല്ലാം മയക്കുമരുന്നുകൾ കഴിച്ച് വീട്ടിലേക്ക് പോയി എത്തിയാൽ ഇത് ഉമ്മയാണോ ഇത് പെങ്ങളാണോ എന്നറിയില്ല. എത്രയോ ഉമ്മമാർ തൻ്റെ മക്കളാൽ ബലാത്സംഗത്തിനിരയാകുന്ന ഉമ്മമാരുണ്ട്. ആരോട് പറയാൻ പറ്റും? പുറത്ത് പറയാൻ പറ്റാത്ത എത്രയോ ഉമ്മമാർ ഈ മക്കളുടെ ഈ വൃത്തിക്കെട്ട് കണ്ട് ആത്മഹത്യ വരെ ചെയ്തവരുണ്ട്. സ്വന്തം ഉമ്മയെ വീട്ടിൽ കെട്ടിട്ട് പലതും ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ, എത്ര ഉമ്മമാർ. നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ, നമ്മുടെ പിഞ്ചു മക്കൾ ചെറു പ്രായത്തിൽ തന്നെ അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ പലവിധ കഞ്ചാവിൻ്റെയും പല മയക്കുമരുന്നിൻ്റെ അടിമകളായി ഇന്ന് നോക്കൊരു സമൂഹത്തിൻ്റെ പേരാണിവിടെ. മുജീബ് എന്ന് പറയുന്നത് ഒരു അനു എന്ന് പറയുന്ന പെൺകുട്ടി. കൊണ്ടോട്ടിയിൽ ഈ സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത അവിടുത്തെ സമൂഹം കേൾക്കുന്നത്. എത്ര ദുഃഖമാവും ആ കുടുംബത്തിന്. ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിനത് താങ്ങാൻ പറ്റാത്ത, കാരണം ഇന്നേ അവർക്കും കേൾവില്ലാത്തൊരു വാർത്തയാണ് അവർ കേൾക്കാൻ സാധിച്ചത്. അവനക്ക് മോഷ്ടിക്കുന്നതിന് ആ പെങ്ങളുടെ ആ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടും, അതും ഈ പരിശുദ്ധ റമദാൻ അവനക്കൊരു തടയായി നിന്നില്ലല്ലോ. റമദാൻ മാസത്തിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൻ്റെ സങ്കടം വല്ലാത്ത സങ്കടമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ചെറുപ്പക്കാർ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ അന്യവൻ്റെ സ്വത്ത് മോഷ്ടിച്ച് അന്യവനെ വഞ്ചിച്ച് ഈ സമ്പത്ത് കൊണ്ട് എന്ത് നേടാനാണ്? തീർച്ചയായും അത്രക്കാരുടെ പിടുത്തം പിടിക്കപ്പെടുമല്ലാഹു. അത് വല്ലാത്ത അപമാനമായിരിക്കും. ആ സമയത്ത് ഖേദിക്കേണ്ടി വരും. ഇവനൊരിക്കലും പുറത്ത് വിടരുത്. ഇവനിക്ക് അർഹമായ ശിക്ഷ നൽകണം. പലരും പറയണം മുജീബിന് നൽകിയ ശിക്ഷ ഇവനിക്ക് നൽകണം എന്ന രീതിയിലായിരിക്കണം എനിക്കുള്ള ശിക്ഷ. ആ ഒരു കൊല അറിഞ്ഞ സമയത്ത് പലരും പ്രാർത്ഥിച്ചു അതൊരു മുസ്ലിമിൻ്റെ പേരാകരുത് എന്ന്. വർഗീയ കൊണ്ടല്ല, കാരണം ഇവ പരിശുദ്ധ റമദാനാണല്ലോ. റമദാൻ മറ്റുള്ളവർക്ക് കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്, ഉന്നത സമുദായമാണ്. കാരണം നിങ്ങൾ കുന്തും ഖൈറു ഉമ്മ ഉഖ്രിജൽ നാസ് തഅമുറൂന ബിൽ മഅറൂഫ്, നല്ലത് കൽപ്പിക്കുന്നവർ ചീത്തയെ വിരോധിക്കുന്നവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. നിങ്ങൾ മറ്റുള്ള സമൂഹത്തിന് നിങ്ങൾ മാതൃകയാകണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായി എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? മുത്തായ റസൂലിനെ ദ്രോഹിച്ചവർക്ക് വേണ്ടി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച കഥകളാണ് നാം കേട്ടത്. ആക്രമിച്ചവർക്കെതിരെ,
അവർ നശിപ്പിക്കാനോ. അള്ളാഹു ജിബ്രീൽ പോലും ഇറങ്ങിയപ്പോൾ പറഞ്ഞത്, അവരിന്ന് ആരെങ്കിലും ഒരാൾ നല്ലവരായാൽ അതല്ലേ നമുക്ക് ഖൈർ, ഒരിക്കലും അവരെ ഒന്നും ചെയ്യരുത് എന്നാണ്. ഇത് പാവം പോകുന്ന ഒരു പെൺകുട്ടിയെ അവളോടൊരു സ്നേഹം നാടകീയം കാണിച്ചുകൊണ്ട് കൊണ്ടുപോയി, പാവം പെട്ടെന്ന് എനിക്ക് മൂത്രിക്കാൻ വരുന്നെന്ന് പറയുന്നു, കൊണ്ടുപോകുന്നവളെ ക്രൂരമായി കൊന്നുകളയുന്നു. എനിക്കും ഇതുപോലത്തെ പെങ്ങളുണ്ട്, എനിക്കും ഇതുപോലെ വീട്ടിൽ ഭാര്യയുണ്ട് എന്നൊന്നും ഓർക്കാതെ എങ്ങനെ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇതൊക്കെ? അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതര സമൂഹത്തിന് മാതൃകയാകേണ്ടവർ സുബ്ഹാനല്ലാഹ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതും പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.